Hi everyone, this is Shalini from IELTS Malayalam with Shalini and Free English Hub. Welcome to today's class. Let us make IELTS learning simple and clear step by step. Whether you are preparing for IELTS or just improving your English skills, you are in the right place. ഞാൻ ശാലിനി IELTS മലയാളം വിത്ത് ശാലിനി എന്ന യൂട്യൂബ് ചാനലിലും ഫ്രീ ഇംഗ്ലീഷ് ഹബ് എന്ന FB പേജിലും IELTS വളരെ ലളിതമായിട്ട് ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്ലാസ്സുകൾ ഞാൻ ഇടുന്നു. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനാണെങ്കിലും അതേപോലെ നിങ്ങൾ IELTS പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും ക്ലിയർ ആയിട്ട് ആ ക്ലാസ്സുകൾ നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, then let us start. ഓക്കെ, നമുക്ക് എന്താണ് IELTS എന്ന് നോക്കാം. വാട്ട് ഈസ് IELTS? IELTS അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ആഗോളതലത്തിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന ആ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ടെസ്റ്റിനാണ് പറയുന്നത് IELTS. ഓക്കെ, ഇത് 4 സ്കിൽസിൽ കൂടെയാണ് അവർ നിങ്ങളെ അസസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. 4 സ്കിൽസിൽ കൂടി നിങ്ങളുടെ പ്രൊഫഷ്യൻസി അവര് അസസ് ചെയ്യും. ഓക്കെ, 140+ കൺട്രീസിൽ ഇത് അക്സെപ്റ്റഡ് ആണ് IELTS. ഓക്കെ, അപ്പോൾ IELTSന്റെ ഫുൾ ഫോം മനസ്സിലായി. 4 സ്കിൽസിൽ കൂടെയാണ് IELTS എക്സാം അല്ലെങ്കിൽ നിങ്ങളെ അസസ് ചെയ്യുന്നത്. ഓക്കെ, 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? അക്കാഡമിക്, ജനറലും. അക്കാഡമിക് ആൻഡ് ജനറൽ 2 ടൈപ്സ് ഉണ്ട് IELTS. ഓക്കെ, അക്കാഡമിക്കും ജനറലും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും എല്ലാം പറഞ്ഞു തരാം. പക്ഷെ ജസ്റ്റ് ഞാൻ പറയാം, അക്കാഡമിക് ടെസ്റ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ പോകുന്ന കുട്ടികൾക്കും ജനറല് മൈഗ്രേഷന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കുമാണ് എഴുതാൻ പറയുന്നത്. ഓക്കെ, ഇനി 4 മൊഡ്യൂളാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം നമുക്ക് ലിസണിങ് എന്താണ്, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ തരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ലിസണിങ്ങിനകത്ത് ഫസ്റ്റ് ഇതിനകത്ത് 40 ക്വസ്റ്റ്യൻസ് ആണ്. 40 ക്വസ്റ്റ്യൻ കാണും. 4 സെക്ഷൻസ് ആണ് അതിനകത്ത്. അതായത് സാധാരണ എവറിഡേ ടു അക്കാഡമിക് ടോപ്പിക്സ് അതിനകത്ത് വരും. ഈ 40 മിനിറ്റ്സിൽ 30 മിനിറ്റ്സ് ടു ലിസൺ ആൻഡ് റൈറ്റ് ആൻസേഴ്സ്. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ തന്നെ അവർ തരുന്ന ബുക്ക്ലെറ്റിൽ തന്നെ 30 മിനിറ്റ് അത് കേട്ട് ആൻസർ എഴുതാൻ പറയും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഞാൻ ഇതിനൊന്ന് എന്താന്ന് മാത്രം പറഞ്ഞു തരാം ഇപ്പം. ഓക്കെ, ലാസ്റ്റ് 10 മിനിറ്റ്സ് യു ക്യാൻ ട്രാൻസ്ഫർ ദ ആൻസേഴ്സ് ടു ദ ആൻസർ ഷീറ്റ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് ലാസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ആൻസേഴ്സ് ആൻസർ ഷീറ്റിലേക്ക് മാറ്റാം. പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെങ്കിൽ അവിടെ എക്സ്ട്രാ ടൈം ഇല്ല. റിവ്യൂ ചെയ്യാൻ വേണ്ടി 2 മിനിറ്റ്സേ ഉള്ളൂ. പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ആണെങ്കിൽ ലാസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ആൻസർ ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിൽ അതില്ല. ഓക്കെ, ഇനി അടുത്ത റീഡിങ്. ഇവിടെ 3 പാസേജസ് ആണ്. അക്കാഡമിക് അല്ലെങ്കിൽ ജനറൽ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് 3 പാസേജസ്. ഇവിടെ 40 ക്വസ്റ്റ്യൻസ് ആണ്. 40 ക്വസ്റ്റ്യൻസിന് 1 അവർ ആണ്. നോ എക്സ്ട്രാ ടൈം. അവിടെ വേറെ പ്രത്യേക സമയമില്ല. ഈ 40 ക്വസ്റ്റ്യൻസ് 1 അവറിൽ തീർക്കണം. അതിന് അക്കാഡമിക്കും ജനറലും തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഈ 40 ക്വസ്റ്റ്യൻ 1 അവർ കൊണ്ട് തീർക്കണം. അതൊക്കെ എങ്ങനെയാണ്, ഓരോ സെഷനും എങ്ങനെയാണ്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നിനകത്തും പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് റൈറ്റിംഗ്. 2 ടാസ്ക് ആണ്. ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2. ടോട്ടൽ 1 അവർ. ടാസ്ക് 1 20 മിനിറ്റ്സ്, ടാസ്ക് 2 essay ആണ് 40 മിനിറ്റ്സ് എടുക്കാം. ടോട്ടൽ 60 മിനിറ്റ്സ് 1 അവർ. അക്കാഡമിക് കുട്ടികൾക്ക് ഗ്രാഫ്, ചാർട്ട് ഇതൊക്കെയാണ് അക്കാഡമിക്കിന്. ജനറൽ ആർക്കാണെങ്കിൽ ലെറ്റർ, ഒരു വിഷ്വൽ ജനറൽ റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞാണ് അവർക്ക് വരുന്നത്. ഓക്കെ, ടാസ്ക് 2 essay സെയിം ആണ് 2 കൂട്ടർക്കും. 250 വേർഡ്സിൽ മിനിമം 250 വേർഡ്സ്. ഓക്കെ, ടോട്ടൽ 60 മിനിറ്റ്സ്. കൂടുതൽ വെയ് ചെയ്യുന്നത് ടാസ്ക് 2 ആണ്. ഓക്കെ, ടാസ്ക് 1, ടാസ്ക് 2. ടാസ്ക് 1 150 വേർഡ്സ്, ഗ്രാഫ്, ചാർട്ട്, ലെറ്റർ, അങ്ങനെ. ടാസ്ക് 2 essay 250 words 40 minutes 40 plus 20 60 minutes total. Okay, ഇനി സ്പീക്കിംഗ് മോഡ്യൂൾ.
ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ്. 11 to 14 മിനിറ്റ്സ് ആണ് എക്സാമിനർക്ക് കൊടുത്തിരിക്കുന്ന സമയം, 11 തൊട്ട് 14 വരെ. ചിലപ്പോൾ അത് കൂടുതൽ എടുക്കുന്ന എക്സാമിനേഴ്സ് കാണും. അതിനകത്ത് 3 പാർട്ടാണ്. പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ, ബേസിക് ക്വസ്റ്റ്യൻസ്. പാർട്ട് 2 ക്യൂ കാർഡ്. ദെൻ പാർട്ട് 2 ക്യൂ കാർഡ്. ഈ ക്യൂ കാർഡ് എന്ന് പറയുന്നത് CBSE നേരത്തെ പഠിച്ച കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അറിയാം, ഒരു ടോപ്പിക് നിങ്ങൾക്ക് തരും. ഇപ്പൊ വിസിറ്റ് ടു എ ഹിസ്റ്റോറിക്കൽ പ്ലേസ്, where, when, with whom, then how did you feel എന്നൊക്കെ പറഞ്ഞ് 3-4 ക്വസ്റ്റ്യൻ. വാട്ട്, വെൻ, where, why, how. അതിനകത്ത് വൈയും ഹൗ ആയിരിക്കും കുറച്ച് കൂടുതൽ പറയാനുള്ളത്. ഈ ചോദിച്ചിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തി 2 മിനിറ്റ് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. 1 മിനിറ്റ് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ടൈം തരും. അത് കഴിയുമ്പോൾ ഒരു സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത് നിങ്ങൾക്ക് 2 മിനിറ്റ് സംസാരിക്കാൻ പറയും. അത് എക്സാമിനർ തോന്നുന്ന പോലെ അത് നിർത്തും, നിങ്ങളോട് സ്റ്റോപ്പ് ചെയ്തോളാൻ പറയും. അതാണ് ക്യൂ കാർഡ് എന്ന് പറയുന്നത്. ഒരു ടോപ്പിക് തന്നിട്ട് അതിന് 3-4 സബ് ക്വസ്റ്റ്യൻ കാണും. അത് 2 മിനിറ്റിൽ നിങ്ങൾ അത് പറയണം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഞാൻ നന്നായിട്ട് പറഞ്ഞുതരാം. ഇനി പാർട്ട് 3 ഉണ്ട്, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്. 2-way ഇന്ററാക്ഷൻ ആണ് എക്സാമിനറും നമ്മളും തമ്മിലുള്ള 2-way ഇന്ററാക്ഷൻ. അതിനകത്ത് ഒന്നില്ലെങ്കിൽ ക്യൂ കാർഡ് ബേസ്ഡ് ടോപ്പിക് അവർക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ അതിൽ നിന്ന് അവര് കൺവേർട്ട് ചെയ്ത് മാറി ചോദിക്കാം, ഡിബേറ്റ് ചെയ്ത് ചോദിക്കാം. എന്തായാലും 2-way ഇന്ററാക്ഷൻ ആണ്. അത് കുറച്ച് കൂടുതൽ പറയണം. അതിനകത്ത് എന്താണെന്നും അത് എന്തുകൊണ്ടാണെന്നും ഒക്കെ ചിലപ്പോൾ വൈ നോട്ട് എന്നും കൗണ്ടർ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാം. അത് എക്സാമിനർക്ക് ഇഷ്ടം പോലെ നീട്ടിക്കൊണ്ട് പോകാം. അതിനാണ് 11 to 14 മിനിറ്റ്സ്. 14 ചിലപ്പോൾ 20 ആക്കുന്നവരുണ്ട്. 11 എന്നുള്ളതിന് 10 മിനിറ്റ്സിന് മുമ്പ് കുട്ടികളെ വിടുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 4 മോഡ്യൂൾ മനസ്സിലായല്ലോ. ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ലിസണിങ് 40 മിനിറ്റ്സ്, 30 മിനിറ്റ്സ് കേൾക്കുക, ആൻസർ എഴുതുക. ലാസ്റ്റ് 10 മിനിറ്റ്സ് യു ക്യാൻ ട്രാൻസ്ഫർ ദ ആൻസേഴ്സ് ടു ദ ആൻസർ ഷീറ്റ്. റീഡിംഗ് ട്രാൻസ്ഫർ ചെയ്യാൻ സമയമില്ല, അന്നേരം ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. 1 hour 3 സെഷൻസ്. റൈറ്റിംഗ് ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2 അത് ഡിഫറെന്റ് ആണ്, അത് പറഞ്ഞുതരാം. ജനറലും അക്കാഡമിക്കും തമ്മിൽ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സെയിം ആണ്. സ്ലൈഡ് ഡിഫറൻസ് ഉള്ളത് റൈറ്റിംഗിലും റീഡിംഗിലും ആണ്, അത് പറഞ്ഞുതരാം. ഓക്കെ, ദെൻ ലാസ്റ്റ് സ്പീക്കിംഗ്. ഇനി ഇതിന്റെ ബാൻഡ് സ്കോർ എങ്ങനെയാണെന്ന്, നിങ്ങൾ എക്സാം എഴുതാൻ പോവുമല്ലേ, നമ്മളിപ്പോ ഒരു എക്സാം എഴുതുവാണെങ്കിൽ 50-ലാണോ 100-ലാണോ എത്രയാണ് മാർക്ക് അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ബാൻഡ് സ്കോർ എങ്ങനെയാന്ന് വെച്ചാല്, നമ്മളിപ്പോ പറയുമല്ലോ 6.5 വേണം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 7 വേണം, 6.5 വേണം, 8.5 കിട്ടി എന്നൊക്കെ പറയുന്നത്. ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് ബാൻഡ് സ്കോർ ഔട്ട് ഓഫ് 0 to 9 ആണ്. ബാൻഡ് സ്കോർ 9 ആണ് മാക്സിമം. ഈ 4 സ്കിൽസിലും കൂടെ കിട്ടുന്ന ഓവറോൾ ബാൻഡ് സ്കോർ ആണ് ഓവറോൾ എന്ന് പറയുന്നത്. ഇപ്പൊ 4-ലും 6 വീതാണെങ്കിൽ ഓവറോൾ 6. 6.5 രണ്ടെണ്ണത്തിന് 7 ആണെങ്കിൽ ഓവറോൾ 6.5 വരും. യൂണിവേഴ്സിറ്റീസ് പഠിക്കാൻ കുട്ടികളോട് എപ്പോഴും 6.5 അല്ലെങ്കിൽ 7 ആണ് ചോദിക്കുന്നത്. ജോബിന്, നഴ്സസിന്, ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ 7 and above വേണം. ഡോക്ടേഴ്സിനൊക്കെയാണ് 8 ഒക്കെ വേണം. ഓക്കെ, ബാൻഡ് ഡിസ്ക്രിപ്ഷൻസ്, അതുപോലെ ഫ്ലുവൻസി, ഗ്രാമർ, വൊക്കാബുലറി, കൊഹറൻസ്, ഇതെല്ലാം ബേസ് ചെയ്താണ് ഇതിന്റെയൊക്കെ ബാൻഡ് സ്കോർ വരുന്നത്, അതിന്റെ ക്രൈറ്റീരിയ വരുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ എന്താണ് IELTSന്റെ ഫുൾ ഫോം, 4 മോഡ്യൂൾസ് എന്താണ്, ബാൻഡ് സ്കോർ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരാള് നമ്മളിപ്പോ എന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആണെങ്കിൽ കുട്ടികളെ വിളിക്കുമ്പോഴേ അവർക്ക് പേടിയാണ്. IELTS എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. PT, OET ഒക്കെ കുറച്ചുകൂടെ അവർക്ക് നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്, അവർക്ക് വിചാരം OET വളരെ എളുപ്പമാണ് എന്നൊക്കെ. IELTS ഇംഗ്ലീഷ് പേടിയാണെന്ന് എല്ലാരും പറഞ്ഞിങ്ങനെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണേലും നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് എന്താണ് ആ എക്സാം, ഞാൻ പഠിക്കാൻ പോകുന്ന എന്താണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ എങ്ങനെയാണ് ഒരു IELTSന് തയ്യാറെടുക്കാൻ പോകുന്ന കുട്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് IELTS ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഹൗ ടു പ്രിപ്പയർ ഫോർ IELTS, ഒരു 15 പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് 1 by 1 പറഞ്ഞുതരാം. ക്ലാസ് ആയിട്ടല്ല, മീൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തില്ല. എങ്ങനെയാണ് IELTSന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്ന് ഞാൻ ഏകദേശം ഒരു രൂപം പറഞ്ഞുതരാം. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലേൺ അബൌട്ട് ദ ടെസ്റ്റ്. ഓൾറെഡി ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ എന്താണ്, കണ്ടന്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞു 4 മോഡ്യൂൾസ് ആണ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. പിന്നെ നമ്മൾ എന്തറിയണം, അതിന്റെ ഫോർമാറ്റ്, what the test is all about,
വാട്ട് യു നീഡ് ടു ലേൺ, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, ആ ടെസ്റ്റ് എല്ലാം എങ്ങനെയാണ്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വെൻ യു ഗെറ്റ് ഇൻ ദ ടെസ്റ്റ്, നമ്മൾ ടെസ്റ്റ് അപ്പിയർ ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയണം. ഫോമാറ്റ്. ഓക്കെ, അത് ഞാൻ ഇത്രയും നേരം പറഞ്ഞു. 4 മോഡ്യൂളിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഇനി ടൈമിംഗ്, അതും ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു. അതായത് റീഡിങ്ങിന്റെയും റൈറ്റിങ്ങിന്റെയും സമയം മാനേജ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, കുട്ടികൾ തന്നെയാണ്. മനസ്സിലായോ? നമ്മുടെ കയ്യിലാണ് മാനേജിങ് ടൈമിംഗ് ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ദ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. ആ സമയം നമ്മുടെ കയ്യിലാണ്. നമ്മളാണ് മാക്സിമം എത്ര പെട്ടെന്ന് ചെയ്യുന്നു. 1 അവറിൽ ടാസ്ക് 1 20 മിനിറ്റ്സിന് മുമ്പ് തീർക്കുക, ടാസ്ക് 2 അതിനും കൂടെ സമയം എടുത്ത് ടോട്ടൽ 1 അവറിൽ ചെയ്യുക. അതുപോലെ റീഡിങ് 40 ക്വസ്റ്റ്യൻസ് 1 അവറിൽ ആൻസർ ചെയ്യുക. ഈ ടൈം എല്ലാം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ സമയത്ത് അന്നേരത്തേക്കും ആകും കുട്ടികൾ. അങ്ങനെ നമ്മുടെ കയ്യിലാണ് ആ സമയം. ഓക്കെ, അടുത്ത് സ്കോറിംഗ്. അതും ഞാൻ ഓൾറെഡി പറഞ്ഞു. ടോട്ടൽ ബാൻഡ് സ്കോർ 0 to 9 എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ബാൻഡ് സ്കോർ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? അതിനകത്ത് റീഡിങ്ങും ലിസണിങ്ങും ഈസിയാണ്. അതായത് അതിനകത്ത് പോയിന്റ്സ് ആണ്. ഇപ്പൊ 40 ക്വസ്റ്റ്യൻസിനകത്ത് 32 അല്ലെങ്കിൽ 32 നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ 7 പോയിന്റ് ആണ്. 24 കിട്ടിയാൽ 6 ആണ്. അതും റീഡിങ് അക്കാഡമിക്കും ജനറലും തമ്മിൽ സ്കോറിങ്ങിന് വ്യത്യാസമുണ്ട്. അക്കാഡമിക്കിന് 30 കിട്ടുന്ന ഒരു കുട്ടിക്ക് 7 ആണ്. ജനറലിന് 34 കിട്ടിയാലേ ആ കുട്ടിക്ക് 7 ആവുള്ളൂ. അപ്പൊ അതൊക്കെ അതിനകത്ത് നേരിയ വ്യത്യാസമുണ്ട്. അതൊക്കെ റീഡിങ് പറഞ്ഞു തരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ റീഡിങ്ങും ലിസണിങ്ങും നമുക്കറിയാം എത്ര കിട്ടുമ്പോ എനിക്ക് എത്ര സ്കോർ ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് പോയിന്റ്സ് ആണ്. റീഡിങ്ങും ലിസണിങ്ങും ഈസിയാണ്. ബിക്കോസ് ഗെറ്റ് പോയിന്റ്സ് ഫോർ റൈറ്റ് ആൻസേഴ്സ്. നമ്മുടെ റൈറ്റ് ആൻസേഴ്സിന് നമുക്ക് എന്ത് കിട്ടുന്നു? പോയിന്റ്സ് കിട്ടുന്നു. റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഡിഫറെന്റ് എക്സാമിനേഴ്സ് ആണ് നിങ്ങളെ അസസ് ചെയ്യുന്നത്. അസസ്ഡ് ബൈ ഡിഫറെന്റ് എക്സാമിനേഴ്സ്, അല്ലെങ്കിൽ എക്സാമിനേഴ്സ് വിൽ അസസ് യു. നിങ്ങളെ എക്സാമിനേഴ്സ് ആണ് അസസ് ചെയ്യുന്നത്. അപ്പൊ അവര് ഉദ്ദേശിക്കുന്ന IELTSന്റെ ലേഔട്ട് അനുസരിച്ച് റൈറ്റിങ്ങും സ്പീക്കിങ്ങും എന്തൊക്കെ അവിടെ വേണം, എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ക്രൈറ്റീരിയ ഉണ്ട്, അതെല്ലാം അവിടെ വരണം. അതിനനുസരിച്ചാണ് സ്കോർ വരുന്നത്. ഓക്കെ, തേർഡ് വൺ FAQ. അതായത് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്രത്തോളം നമ്മൾ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ സ്കോർ കൂടും. ഒരുപാട് ലിങ്ക്സുകളുണ്ട്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തന്നെ പുതിയ 1 to 19 സീരീസില് ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട്. കേംബ്രിഡ്ജിന്റെ അക്കാഡമിക് ലേറ്റസ്റ്റ് വണ്ണാണ് 19. ഇത് ഓരോന്നിലും 4 റീഡിങ്, 4 ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്. നിങ്ങൾക്ക് എസ്പെഷ്യലി ഫോർ റീഡിങ് ആൻഡ് ലിസണിങ് അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഓക്കെ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ബുക്കാണിത്. ഓതന്റിക് ബുക്കാണ്. പ്രാക്ടീസ് ടെസ്റ്റ് ആണ്. IDPയും അതേപോലെ തന്നെ ഇപ്പൊ വോളിയം 2 ഇപ്പൊ ലേറ്റസ്റ്റ് കുട്ടികൾക്ക് എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും ഭംഗിയായിട്ട് നിങ്ങൾക്ക് സ്കോർ കിട്ടും. ഓക്കെ, സെക്കൻഡ് വൺ അക്കാഡമിക് ആൻഡ് ജനറൽ IELTS. ഓൾറെഡി ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് ഒന്നോടെ പറയാം. അക്കാഡമിക് IELTS എഴുതുന്ന കുട്ടികളെ യൂണിവേഴ്സിറ്റി എൻട്രൻസിന് വേണ്ടിയിട്ടാണ്. ജനറൽ IELTS എഴുതുന്നവരെ മൈഗ്രേഷൻ ആണ്. ഇതിനകത്ത് ലിസണിങ് സ്പീക്കിംഗ് സെയിം ആണ് രണ്ടു കൂട്ടർക്കും. റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഡിഫറൻസ് ഉണ്ട്. അതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത തേർഡ് പോയിന്റ് എന്ന് പറയുന്ന ഹാവ് എ റിയലിസ്റ്റിക് ഗോൾസ്. അതായത് ഒരു ഫിക്സഡ് എയിം ഉണ്ടായിരിക്കണം. ചുമ്മാ പോയി IELTS എഴുതാം അല്ലെ കിട്ടാം അങ്ങനെയല്ല. നമ്മൾ IELTS എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇനി ചെയ്യണം എന്നൊരു നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഒരു റിയലിസ്റ്റിക് ഗോൾ ഉണ്ടായിരിക്കണം നമുക്ക്. ഓക്കെ, ആദ്യമേ തന്നെ ബാൻഡ് സ്കോർ ഡിസൈഡ് ചെയ്യണം. 6.5 ആണോ 7 ആണോ 7.5 ആണോ എന്താണ് നമുക്ക് വേണ്ട ബാൻഡ് സ്കോർ എന്ന് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. അതായത് വാട്ട് ബാൻഡ് സ്കോർ യു വിൽ നീഡ്, എന്താണ് നമുക്ക് വേണ്ടത്. യൂണിവേഴ്സിറ്റി എൻട്രൻസിന് ഏത് യൂണിവേഴ്സിറ്റിയാണ്? ചില യൂണിവേഴ്സിറ്റികൾ 6.5 മതി എന്ന് പറയും, ചില യൂണിവേഴ്സിറ്റി 7 വേണം എന്ന് പറയും. അതൊക്കെ എവിടെ നിന്നാണോ ഓതന്റിക് ആയിട്ടുള്ള അറിവ് നമ്മൾ നേടുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടൊക്കെ കുട്ടികൾ ചിലപ്പോൾ വിളിച്ചു ചോദിക്കും, 1 മാസം കൊണ്ട് IELTS എഴുതാമോ, അല്ലെങ്കിൽ 15 ദിവസത്തെ ക്രാഷ് കോഴ്സ് ഉണ്ടോ? അപ്പൊ നമ്മൾ ഓൾറെഡി ചോദിക്കും, ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഉടനെ യൂണിവേഴ്സിറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞായിരിക്കും കുട്ടികൾ വിളിക്കുന്നത്. എന്താ ഒന്നും അറിയാതെയാണ് അങ്ങനെ വിളിച്ച് ചോദിക്കുന്നത്.
ഞാൻ അവരോട് ആര് വിളിച്ചാലും ഒരു കാര്യമേ പറയാറുള്ളൂ, നിങ്ങൾ ഇവിടെ വരിക. എനിക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ 4 മോഡ്യൂൾസ് IELTS-ന്റെ അവർ അസസ് ചെയ്യുന്ന മോഡ്യൂൾസ് ഉണ്ട്. അതിനോടൊപ്പം ഒരു കുട്ടിയുടെ ഇംഗ്ലീഷ് ലെവൽ എവിടെ നിൽക്കുന്നു, 2 തരത്തിലാണ്. ലെവൽ ഓഫ് ഇംഗ്ലീഷും പ്ലസ് മോഡ്യൂൾസും കൂടെ വേണം. അപ്പൊ അത്യാവശ്യം തെറ്റുകൂടാതെ പറയാനും എഴുതാനും ഗ്രാമർ നന്നായിട്ട് ഒരുവിധം ലെവൽ ഓഫ് ഇംഗ്ലീഷ്, അതായത് ഗ്രാമർ ബേസ് നന്നായിട്ടുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പിന്നെ എന്ത് തുടങ്ങിയാൽ മതി, സ്കിൽസ് തുടങ്ങിയാൽ മതി. എന്റെ അടുത്ത് വരുന്ന ഏത് കുട്ടികളാണെങ്കിലും ഞാൻ ഗ്രാമർ ഇതിന് അത്യാവശ്യം IELTS-ന് വേണ്ടത് മാത്രം അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ്ങിലോട്ട് പോകാറുള്ളൂ. ബാക്കി റീഡിങ് ലിസണിങ് അവർ ഓട്ടോമാറ്റിക്കലി ചെയ്യും. മനസ്സിലാവും, അവർക്ക് മനസ്സിലാവും അതിന്റെ ക്ലൂസ് ഒക്കെ കൊടുത്തിട്ട് എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ നമ്മൾ എന്തറിയണം, നമ്മുടെ ബാൻഡ് സ്കോർ അറിയണം. അവിടുന്ന് നമ്മൾ അത് കഴിഞ്ഞ് എന്തറിയണം, നമ്മുടെ ലെവൽ ഓഫ് ഇംഗ്ലീഷ് ഞാൻ എവിടെ നിൽക്കുന്നു എന്നറിയണം. അത് നിങ്ങളുടെ ബാൻഡ് സ്കോറുമായിട്ട് നിങ്ങളുടെ ലെവൽ ഓഫ് ഇംഗ്ലീഷ് മാച്ച് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം, യു വാണ്ട് ടു ഇംപ്രൂവ് ഇംഗ്ലീഷ്. നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. അതായത് ചെക്ക് യുവർ ലെവൽ ഓഫ് ഇംഗ്ലീഷ്. അതായത് അത്യാവശ്യം നന്നായിട്ട് ഗ്രാമർ ഒക്കെ അറിയാവുന്ന ഒരു കുട്ടികൾക്കാണെങ്കിൽ ഡയറക്റ്റ് എന്തിലോട്ട് പോകാം, 1 മാസം കൊണ്ടൊക്കെ ഒരു സുന്ദരമായിട്ട് നല്ല 7 സ്കോർ ഒക്കെ മേടിക്കും. 4 സ്കിൽസ് പറഞ്ഞു കൊടുത്താൽ അതെങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്താൽ അവർ വാങ്ങിക്കും. അതല്ല എങ്കിൽ എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാം, അതിനോടൊപ്പം സ്കിൽസും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന കുട്ടികളുണ്ട് ഒരുവിധം. അതല്ല എങ്കിൽ ഇതൊന്നും അറിയാൻ മേലെ തീരെ പോറാണെങ്കിൽ, തീരെ ലോ ആണ് ഇംഗ്ലീഷ് ലെവലെങ്കിൽ ഇംഗ്ലീഷ് ലെവല് ആ ലെവലിൽ ഒപ്പിച്ച് സ്കോർ നേടാനുള്ള സ്കിൽസിലോട്ട് പോകാനുള്ള ലെവൽ ഒപ്പിച്ചിട്ട് എന്തിലോട്ട് പോകാവുള്ളൂ, സ്കിൽസ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ 3 തരത്തിലാണ്. നന്നായിട്ട് ഇംഗ്ലീഷ് ഒക്കെ ഒരുവിധം അറിയാവുന്നവരാണെങ്കിൽ അത് അവർക്ക് എന്തിലോട്ട് പോയാൽ മതി, ഡയറക്റ്റ് സ്കിൽസിലോട്ട് പോകാം. ഇൻ ബിറ്റ്വീൻ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ആവറേജ് അറിയാവുന്ന കുട്ടികൾക്കാണെങ്കിൽ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം. ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാം, അതിനോടൊപ്പം സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം. തീരെ ലോ ആണെങ്കിൽ ഇംഗ്ലീഷ് ഒരുവിധം ആയിട്ടേ എങ്ങോട്ട് പോകാവുള്ളൂ, സ്കിൽസിലേക്ക്. മനസ്സിലായി? അതായത് ഇംഗ്ലീഷ് ലെവല് 2 ലോ ആണെങ്കിൽ യു വോണ്ട് ഗെറ്റ് ദ ബാൻഡ് സ്കോർ യു വാണ്ട്. ഓക്കെ, അതായത് ഇഫ് ദ ലെവൽ ഓഫ് യുവർ ഇംഗ്ലീഷ് ഡസ് നോട്ട് മാച്ച് ദ ബാൻഡ് സ്കോർ യു വാണ്ട് ടു ഇംപ്രൂവ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷും IELTS സ്കിൽസ് രണ്ടും കൂടെ. Once you get the level of English, you can study IELTS skills or both. If your English level is too low, you won't get the band score or required band score. Okay. ഇതാണ് രണ്ടാമത്തേനകത്ത് വരുന്നത്, നമ്മുടെ ലെവൽ ചെക്ക് ചെയ്യുന്നതിനകത്ത് വരുന്നത്. മൂന്നാമത്തെ ടൈം ഫ്രെയിം നമ്മളത് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ സമയം 1 മാസം വേണോ, 2 മാസം വേണോ, 3 മാസം വേണോ, 15 ദിവസം മതിയോ എന്നുള്ള നമുക്ക് ടൈം ഫ്രെയിം ചെയ്യാൻ പറ്റും. അതായത് ടു മേക്ക് ഇംഗ്ലീഷ് ഇസ് അറ്റ് ദ റൈറ്റ് ലെവൽ ഓഫ് ദ ബാൻഡ് സ്കോർ. നിങ്ങൾക്ക് വേണ്ട ബാൻഡ് സ്കോറിന്റെ അവിടെ ഏതെത്തിക്കണം, ഇംഗ്ലീഷ് ലെവൽ എത്തിക്കണം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എത്ര സമയത്തിന് നമുക്ക് ചെയ്യും. അതായത് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഡ് ഓഫ് യുവർ ലേണിംഗ് ആൻഡ് ദ ലെവൽ ഓഫ് യുവർ ഇംഗ്ലീഷ്. അതിനെ അനുസരിച്ചിരിക്കും ടൈം. എത്ര പെട്ടെന്നാണോ നിങ്ങൾ ലേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഇംഗ്ലീഷ് ലെവൽ എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും എന്ത് വരുന്നത്, സമയം എടുക്കുന്നത്. അല്ലാണ്ട് ഇതിന് ഫിക്സഡ് ടൈം ഇല്ല. 1 മാസം, 2 മാസം, 3 മാസം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു കോഴ്സ് ടൈം. മിനിമം 3 months ഉണ്ടെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് കുട്ടിയെ ആണെങ്കിലും ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കും, 7 സ്കോർ ആക്കിയെടുക്കും. അപ്പൊ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അവര് അങ്ങനെ ആകും. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ എന്താ നമുക്ക് നോക്കാം. നമ്മളിപ്പോ പറഞ്ഞു 7 വേണം, 6.5 വേണം, അങ്ങനെ. അതായത് ആ ബാൻഡ് സ്കോർ എങ്ങനെയാണെന്നുള്ളതിന്റെ റിക്വയർമെന്റ്സ്, നോയിങ് ദ റിക്വയർമെന്റ്സ് ഓഫ് യുവർ ബാൻഡ് സ്കോർ, അത് അറിഞ്ഞിരിക്കണം. ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്. അതിനകത്ത് ലിസണിങ് ആൻഡ് റീഡിങ് വളരെ എളുപ്പമാണ്. സ്പീക്കിങ്ങും റൈറ്റിംഗും എക്സാമിനർ ആണ് അസസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ലിസണിങ്, റീഡിങ് പോയിന്റ്സ് ആണ്. ഔട്ട് ഓഫ് ഇത്രയില് ചെയ്ത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യും. സ്പീക്കിങ്ങും റൈറ്റിംഗും എക്സാമിനർ ചില ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്പെസിഫിക് തിങ്സ് നിങ്ങളുടെ ലാംഗ്വേജിൽ നിന്നും നിങ്ങളുടെ സ്കിൽസിൽ നിന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവിടെ നമ്മൾ കൊടുക്കണം. മനസ്സിലായോ? അതായത് നോയിങ് ദ റിക്വയർമെന്റ്സ് ഓഫ് യുവർ ബാൻഡ് സ്കോർ എന്ന് വരുന്നതിനകത്ത് ലിസണിങ് ആൻഡ് റീഡിങ് സോ ഈസി. ആൻഡ് ഫോർ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ദ എക്സാമിനർ ഈസ് ലുക്കിംഗ് ഫോർ സ്പെസിഫിക് തിങ്സ് in your language and your skills.
ഓക്കെ, അത് നമ്മൾ അവിടെ കൊടുത്തേ പറ്റുള്ളൂ നമുക്ക് ബാൻഡ് സ്കോർ വാങ്ങിക്കണമെങ്കിൽ. ഓക്കെ, അടുത്ത് 5ാമത്തെ പോയിന്റ്, ലേൺ അബൌട്ട് ക്വസ്റ്റ്യൻ ടൈപ്സ്. ഇത്ര നേരം നമ്മൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു, ഇനി അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ലിസണിങ്ങിനും റീഡിങ്ങിനും 10 തരത്തിലുള്ള വിവിധ തരത്തിലുള്ള 10 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലിസണിങ് ആൻഡ് റീഡിങ്ങിൽ 10 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ലിസണിങ് റീഡിങ് എടുത്ത് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനിയും പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ പറയുന്നു ലിസണിങ്ങിനും റീഡിങ്ങിനും 10 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള, സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട്, ക്ലൂസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നേരിട്ട് നമുക്ക് പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്കെന്ന്. അല്ലാതെ കയ്യിലോട്ട് ലിസണിങ് എടുത്ത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വേഗം ബാൻഡ് സ്കോർ നോക്കിക്കോ അടുത്തത് എടുത്തോ, അങ്ങനെയല്ല. ഓരോന്നും ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്, അല്ല എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ക്രൈറ്റീരിയ അതിനകത്തുണ്ട്. അപ്പൊ അതിന്റെ ടിപ്സ് ആൻഡ് ടെക്നിക്സ് മനസ്സിലാക്കുക. ലേൺ ടിപ്സ് ആൻഡ് ടെക്നിക്സ് to deal with each type of question. ഞാൻ പറഞ്ഞു 10 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് അതിന്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ടെക്നിക്സ് ഉണ്ട്, ടിപ്സ് ഉണ്ട്, അതെല്ലാം മനസ്സിലാക്കി എടുക്കുക. അതിനകത്ത് എസ്സേ ആണെങ്കിൽ സ്പെസിഫിക് എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന്റെ സ്പെസിഫിക് ലേ ഔട്ട് ഉണ്ട്. സ്പീക്കിംഗ് ആണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം എങ്ങനെയാണോ ലിസണിങ്ങിനകത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, റീഡിങ്ങിലെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, റൈറ്റിംഗ് എങ്ങനെയാണ്, ഏത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, ഏത് ടൈപ്പ് ആണ്, അക്കാഡമിക് ജനറൽ തമ്മിലുള്ള ക്വസ്റ്റ്യൻ ഡിഫറൻസ് എന്താണ്, സ്പീക്കിങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്സ് എങ്ങനെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് അവർക്ക് ലേ ഔട്ട് ക്രൈറ്റീരിയ ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് അതിന്റെ ടിപ്സ് ആൻഡ് ടെക്നിക്സ്, ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിന്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ 6ാമത്തെ കാര്യം അത്. നെക്സ്റ്റ് വൺ, 7ാമത്തെ പോയിന്റ്, കോമൺ ടോപ്പിക്സ് ആൻഡ് വൊക്കാബുലറി. അതായത് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ഒക്കെ ചോദിക്കുന്ന ടോപ്പിക്സ് ഉണ്ട്, കോമൺ ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഉണ്ട്, അതിന് വരുന്ന വൊക്കാബുലറി ഉണ്ട്. വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നത് വളരെ ഒരു അത്യാവശ്യ കാര്യമാണ് IELTS-നകത്ത്. വാക്കുകളിട്ട് അമ്മാനമാടാൻ അറിയണം. ഒരു വാക്ക് പോലും റിപ്പീറ്റ് ചെയ്യരുത് സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലും. വേർബ്സ് പകരം സിനോണിം ഉപയോഗിക്കണം. അപ്പോ ടോപ്പിക്സ് എങ്ങനെയാണ്, ടോപ്പിക്സ് റിലേറ്റഡ് വൊക്കാബുലറി ചെയ്യണം. നന്നായിട്ട് നമ്മൾ എക്സാമിനോട് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുകയാണ് സ്പീക്കിംഗ്, അല്ലെ? എക്സാമിന്റെ ഫ്രണ്ടിൽ ഫേസ് ടു ഫേസ് ആണ്. അപ്പൊ ടോപ്പിക് റിലേറ്റഡ് വൊക്കാബുലറി നമ്മുടെ ടിപ്പ് ഓഫ് ദ ടങ്ങിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായില്ല? ടോപ്പിക് റിലേറ്റഡ് വൊക്കാബുലറി ഷുഡ് ബി അറ്റ് ദ ടിപ്പ് ഓഫ് യുവർ ടങ്. റെഡി ടു യൂസ് ആയിരിക്കണം, വിതൗട്ട് ഹെസിറ്റേഷൻ. അതായത് മടിയില്ലാതെ നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യണം, ഒഴുകണം വാക്കുകൾ. ചുമ്മാ വാക്കുകളല്ല, കൊളോക്കേഷൻ, വിത്ത് കൊളോക്കേഷൻ, അനുയോജ്യമായ ആ ടോപ്പിക്കിന് റിലേറ്റ് ചെയ്ത വൊക്കാബുലറി. അപ്പൊ ഓരോ സ്പീക്കിംഗ് ടോപ്പിക്സ് എടുക്കുമ്പോഴും അതിന് റിലേറ്റ് ചെയ്ത വൊക്കാബുലറി ഒക്കെ കൊടുത്തിട്ടാണ് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അത് അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ റെഡിമണി ആയിട്ട് വരണം. ഓക്കെ, അതാണ് 7th വൺ. മനസ്സിലായല്ലോ? കോമൺ ടോപ്പിക്സ് ആൻഡ് വൊക്കാബുലറി ഫോർ സ്പീക്കിംഗ്. ആൻസർ ഡയറക്ട്ലി ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിക് റിലേറ്റഡ് വൊക്കാബുലറി ഷുഡ് ബി അറ്റ് ദ ടിപ്പ് ഓഫ് യുവർ ടങ്, റെഡി ടു യൂസ് വിതൗട്ട് ഹെസിറ്റേഷൻ. ഓക്കെ, അപ്പൊ 8th വൺ. നെക്സ്റ്റ് വൺ, ഡെവലപ്പ് യുവർ ഐഡിയാസ് ആൻഡ് ടോപ്പിക്സ് ഫ്രം എ വെറൈറ്റി ഓഫ് സോഴ്സസ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പലപ്പോഴും കുട്ടികൾ ഇപ്പൊ OET വന്ന് ചോദിക്കും, IELTS വേണ്ട മാം, OET മതി. നഴ്സിംഗ് സ്റ്റുഡൻസ് എന്താണെന്നറിയോ, അവരുടെ വിചാരം OET ആകുമ്പോൾ നഴ്സിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ, എഴുതാം. IELTS ആണെങ്കിൽ ജനറൽ ടോപ്പിക്സ് ആണ്, ഒന്നും അറിയാൻ പറ്റില്ല, പോയിന്റ്സ് എഴുതാൻ കിട്ടുകയില്ല, സ്പീക്കിങ്ങിന് കിട്ടുകയില്ല, എന്തിനാണ് റൈറ്റിങ്ങിന് കിട്ടുകയില്ല എന്നൊക്കെയാണ് അവരുടെ ധാരണ. അതൊക്കെ വെറും ചുമ്മാ അങ്ങനെ വിചാരിക്കുന്നതാണ്, അതിലൊന്നും കാര്യമില്ല. അപ്പൊ ഓരോ ടോപ്പിക് റിലേറ്റഡ് കൃത്യമായിട്ട് നമ്മൾ പോയിന്റ്സ് കൊടുക്കും. ഞാനൊക്കെ ആണെങ്കിൽ ഓരോ ടോപ്പിക്കിന് റിലേറ്റ് ചെയ്ത പോയിന്റ്സ് തന്നെ കുട്ടികൾക്ക് കൊടുക്കും. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്സൈസ് കൊടുക്കും, അതിൽ നിന്ന് വരുന്ന സ്പീക്കിംഗ് കൊടുക്കും. അങ്ങനെ തന്നെയാണ്. ഒരാൾക്കും ടോപ്പിക്കിന് പറയാനുള്ള ഐഡിയാസിന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അങ്ങനെ തന്നെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസിനകത്ത് ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞുതരാം. അപ്പൊ ഡെവലപ്പ് യുവർ ഐഡിയാസ് ആൻഡ് ടോപ്പിക്സ് ഫ്രം എ വെറൈറ്റി ഓഫ് സോഴ്സസ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതായത് ന്യൂസ് പേപ്പർ വായിക്കുക, ഡോക്യുമെന്ററീസ്, അല്ലെങ്കിൽ BBC ന്യൂസ്, വേൾഡ് ഇഷ്യൂസിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഇൻട്രസ്റ്റിംഗ് മാഗസിൻസ്, ന്യൂസ് സയന്റിസ്റ്റിന്റെ ഒക്കെ മാഗസിൻസ് വായിക്കാം. റേഡിയോ പ്രോഗ്രാം റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ഇത് ഉപകരിക്കും. എന്തായാലും കുറച്ച് ജനറൽ നോളജ് നമുക്ക് ഉണ്ടാവണം. അത് ക്ലാസ്സിലായിട്ട് കൊടുക്കും, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിട്ട് കൊടുക്കും, പോയിന്റ്സ് കൊടുക്കും. അതിനോടൊപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം. എന്തായാലും നമ്മുടെ ഐഡിയാസ് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം.
അതിന് ഇതുപോലുള്ള സോഴ്സസ് നമുക്ക് ഉപകരിക്കാം. ഓക്കെ, കുട്ടികൾ ചോദിക്കും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് ആക്സെന്റ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ഏതാ വരുന്നത്, ഏതാ എളുപ്പം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. IELTSന്റെ ഫുൾ ഫോം തന്നെ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്നാണ്. അത് വെറൈറ്റി ഓഫ് ആക്സെന്റ്സ് അവിടെ വരാം. ഓസ്ട്രേലിയൻ വരാം, ബ്രിട്ടീഷ് വരാം, അമേരിക്കൻ വരാം, ഇതിലേത് വേണമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് അങ്ങനെയൊന്നുമില്ല. ഏതായാലും നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, ലിസണിങ്ങിനൊക്കെ ആൻസർ ചെയ്തേ പറ്റൂ. ഓക്കെ, ഇതിന് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ടെസ്റ്റ് യൂസ് ചെയ്യണം. റീഡിങ്ങും ലിസണിങ്ങും ഞാൻ കാണിച്ചല്ലോ നിങ്ങളെ. അക്കാഡമിക് 1 to 19 ബുക്കുകൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യണം. അതാണ് ഓതന്റിക് ബുക്ക്. കേംബ്രിഡ്ജിന്റെ ആ ബുക്കുകളാണ് ഓതന്റിക് ബുക്ക്. ദിസ് വൺ ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. 1 to 19 ഇതിനകത്തെല്ലാം 4 റീഡിങ്, 4 ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് ഇനിയുണ്ട്. ലിസണിങ്, റീഡിങ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അഡീഷണൽ അത് കഴിഞ്ഞ് വേറെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പ്രാക്ടീസ് ടെസ്റ്റ് ഓതന്റിക് ആയിട്ടുള്ള റീഡിംഗ്, ലിസണിങ്, റിയൽ എക്സാം പേപ്പേഴ്സ് ആണ്. ഒരുപാടുണ്ടെങ്കിലും കേംബ്രിഡ്ജിന്റെ ഇതാണ് റിയൽ ആയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റ്. ഓക്കെ, അത് ചെയ്യുക. ഇനി നെക്സ്റ്റ് വൺ 10th. അതായത് ഞാൻ പറഞ്ഞു ലിസണിങ്ങും റീഡിങ്ങും നമുക്ക് ചെയ്ത് മാർക്ക് 40-ൽ ഇത്ര കിട്ടി എന്ന് സ്കോർ അസസ് ചെയ്യും. അതേസമയത്ത് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഒരു എക്സ്പീരിയൻസ്ഡ് ടീച്ചറിന്റെ കീഴിൽ തന്നെ വേണം നിങ്ങൾ അസസ് ചെയ്യാൻ. മനസ്സിലായി? അതായത് നിങ്ങൾ സ്പീക്കിംഗ് പറയുമ്പോൾ വരുന്ന ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് എന്തൊക്കെയാണ് അവിടെ വരുന്നത്, അവിടെ കോഹറൻസ് ഉണ്ട്, ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് അതിനകത്ത്. അതെല്ലാം ഒരു എക്സ്പീരിയൻസ്ഡ് ടീച്ചറിന് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എസ്സേയും ഇതിന്റെ ലേഔട്ട് എങ്ങനെയാണ്, ഇങ്ങനെയാണ്, ബോഡി പാരഗ്രാഫിൽ എങ്ങനെയാണ്, ഇൻട്രൊഡക്ഷൻ എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അസസ് ചെയ്യാനായിട്ട് ഒരു എക്സ്പീരിയൻസ് ടീച്ചറിന് മാത്രമേ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ സ്പീക്കിംഗ് റൈറ്റിംഗ് എപ്പോഴും പറ്റുമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ടീച്ചറിന്റെ കീഴിൽ തന്നെ അസസ് ചെയ്യുക. ഓക്കെ, പിന്നെ ത്രൂ പ്രാക്ടീസ് ഡെവലപ്പ് ആൻഡ് പ്രാക്ടീസ്. അതായത് നിങ്ങളുടെ വീക്ക്നെസ്സും നിങ്ങളുടെ സ്ട്രെങ്തും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ത്രൂ പ്രാക്ടീസ് നിങ്ങൾ അത് മനസ്സിലാക്കുക. ഡെവലപ്പ് ആൻഡ് പ്രാക്ടീസ്, ഫൈൻഡ് വീക്ക്നെസ്സസ് ആൻഡ് പ്രാക്ടീസ്. ഇപ്പം 40-ൽ ആദ്യം ചെയ്യുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ 10-ൽ താഴെ ആയിരിക്കും. അവരോട് ഞാൻ പറയും ഒരു കുഴപ്പമില്ല, പറഞ്ഞ അതിന്റെ ചെയ്ത് എന്തായാലും ആ 10 മാർക്കേ കിട്ടിയുള്ളെങ്കിൽ ബാക്കി 30 എവിടെയാ തെറ്റി എന്ന് നോക്കിയിട്ട് അവരത് അടുത്തത് ചെയ്യും. അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ കൊടുക്കും ഞാൻ ചിലപ്പോൾ. അങ്ങനെ ചെയ്ത് അവരത് ഇംപ്രൂവ് ചെയ്യും. അപ്പൊ നമ്മുടെ വീക്ക്നെസ് എവിടെയാണെന്ന് കണ്ട് അത് ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ സ്പീക്കിംഗ് റൈറ്റിംഗ് പറയുന്ന തെറ്റുകൾ, മിസ്റ്റേക്സ് നോക്കി അസസ് ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ അത് അവിടുന്ന് ഡെവലപ്പ് ചെയ്യുക നിങ്ങൾ ത്രൂ പ്രാക്ടീസ്. ഓക്കെ, ഇനി അതായത് പല കുട്ടികൾക്കും പല സ്ട്രെങ്തും പല കാര്യങ്ങളും ആയിരിക്കും. ഡിഫറെന്റ് സ്ട്രെങ്ത് ആൻഡ് ഡിഫറെന്റ് വീക്ക്നെസ്സസ് ആയിരിക്കും പല കുട്ടികൾക്കും. അപ്പൊ അത് ആർക്ക് മാത്രമേ അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു എക്സാമിനർക്ക്, എക്സ്പീരിയൻസ്ഡ് എക്സാമിനർക്ക് മാത്രമേ അത് അസസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം അവർ അതിൽ നിന്ന് ഇംപ്രൂവ് ചെയ്യാൻ. ഓക്കെ, ഇനി എല്ലാ ക്വസ്റ്റ്യൻ ടൈപ്സ് പ്രിപ്പയർ, ഓൾ ക്വസ്റ്റ്യൻ ടൈപ്സ് പ്രിപ്പയർ, കോമൺ ടോപ്പിക്സ്, വൊക്കാബുലറി. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിനകത്ത് വരുന്ന കോമൺ ടോപ്പിക്സ്, അതിന്റെ വൊക്കാബുലറി എല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, പിന്നെ ബിൽഡ് സ്പീഡ് ആൻഡ് ടൈം മാനേജ്മെന്റ്. റൈറ്റിങ്ങിനും റീഡിങ്ങിനും നമ്മൾ എന്ത് ചെയ്യണം, ടൈം മാനേജ് ചെയ്യണം. അതൊക്കെ നമ്മൾ തന്നെ ഇംപ്രൂവ് ചെയ്തെടുക്കേണ്ടതാണ്. അതിന് വളരെ ഫിക്സഡ് ടൈം ലിമിറ്റേ ഉള്ളൂ. അതിനുള്ളിൽ റൈറ്റിംഗ് ആണെങ്കിലും റീഡിംഗ് ആണെങ്കിലും നമ്മൾ ചെയ്യണം. ഓക്കെ, അത് 1 മണിക്കൂറിനുള്ളിൽ റീഡിങ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ആദ്യം ഒരു കുട്ടിയെ കൊണ്ട്. ഒരിക്കലും ഒരു കുട്ടിക്ക് 1 hourൽ 40 ക്വസ്റ്റ്യൻസ് അത്ര ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാത്തവർ 1 hourൽ അതിനൊക്കെ വേറെ ഞാൻ റീഡിങ് എക്സ്പ്ലെയിൻ ചെയ്തു തരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ബിൽഡ് സ്പീഡ് ആൻഡ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അതായത് റീഡിംഗ് റൈറ്റിംഗ് എന്ന് പറയുന്ന അതിന് വളരെ ഫിക്സഡ് ടൈം ലിമിറ്റേ ഉള്ളൂ. ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ഫോർ സ്റ്റുഡൻസ്. കുട്ടികൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ട് സ്റ്റുഡൻസ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ടൈം മാനേജ് ചെയ്ത് അത് ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, 13 point. Do a full practice test under exam condition before real test. മോക്ക് ടെസ്റ്റ്, അതായത് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് 3, 4, 5 മോക്ക് ടെസ്റ്റ് ഒരു നല്ല എക്സാമിനറുടെ കീഴിൽ ചെയ്തിട്ട് പോവുക. അതായത് റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ഇതെല്ലാം കൂടെ 2 hour. റീഡിംഗ്, ലിസണിങ്, റൈറ്റിംഗ് ഒരു ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത്. സ്പീക്കിംഗ് ഒന്നില്ലെങ്കിൽ എക്സാമിന് മുമ്പായിരിക്കും, ചിലപ്പോൾ എക്സാമിന് കഴിഞ്ഞ് വരും. ഇപ്പൊ റൈറ്റിംഗ്, ലിസണിങ്, റീഡിങ്ങിനോട് ടോട്ടല് 2 hour 40 minutes ആണ്. ബ്രേക്ക് ഒന്നും ഇല്ലാതെ. അതിനിടയ്ക്ക് ടോയ്ലറ്റിലൊന്നും പോകരുത് എന്ന് കുട്ടികളോട് പറയും. പോയാൽ ആ സമയം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2 മണിക്കൂർ 40 മിനിറ്റിനുള്ളിൽ റീഡിങ്ങും ലിസണിങ്ങും റൈറ്റിങ്ങും കൂടെ ഫുൾ പ്രാക്ടീസ് ടെസ്റ്റ് ആയിട്ട്, ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട്
എക്സാമിനറുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സ്പീക്കിംഗ് അതിനോടൊപ്പം ചെയ്യാം. അത് മോക്ക് ടെസ്റ്റിൽ നമ്മൾ അത് ചെയ്യിപ്പിക്കും. ഇത് 2 hour 40 minutes. മറ്റേ നമുക്ക് അങ്ങനെ എക്സാമിനാണ് ടൈം അവരെടുക്കുന്ന സമയമാണ്. ഇത് പക്ഷെ കറക്റ്റ് ടൈമാണ്. 2 മണിക്കൂർ 40 മിനിറ്റില് ഇത് മൂന്നും വരും. അതായത് റീഡിങ് 1 hour, ലിസണിങ് 40 minutes, റൈറ്റിംഗ് 1 hour, ടോട്ടൽ 2 hour 40 minutes ബ്രേക്ക് ഇല്ലാതെ ഫുൾ ടെസ്റ്റ്, പ്രാക്ടീസ് ടെസ്റ്റ് 3-4-5 എണ്ണം എക്സാമിന് മുമ്പ് ഒരു എക്സാം എക്സ്പീരിയൻസ്ഡ് എക്സാമിനുടെ കീഴിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ കീഴിൽ ചെയ്തിട്ട് പോവുക. ഓക്കെ, അടുത്തത് 14-ാമത്തെ, ഗെറ്റ് ട്രെയിനിങ് ഇൻ IELTS സ്കൂൾ ഓർ ഓൺലൈൻ ട്രെയിനിങ്. നിങ്ങൾ IELTSന് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തയ്യാറെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഓൺലൈൻ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ ചേർന്ന് പഠിക്കുക. അതായിരിക്കും എപ്പോഴും നല്ലത്. ലാസ്റ്റ്, നിങ്ങളുടെ ഇംഗ്ലീഷും IELTS സ്കിൽസും നിങ്ങളുടെ ഏറ്റവും മാക്സിമം സ്ട്രോങ്സ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്കോറിന് വേണ്ട, ഡിമാൻഡ് സ്കോറിന് വേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ് അപ്പിയർ ചെയ്യാം. ടേക്ക് യുവർ ടെസ്റ്റ് when your English and IELTS skills are at their strongest. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ 15 പോയിന്റ്സ്. ഇത് വെറും ജസ്റ്റ് ഇൻട്രോഡക്ടറി ക്ലാസ് ആണ്. ജസ്റ്റ് എന്താണ് IELTS, എങ്ങനെയാണ് IELTS എന്ന് മനസ്സിൽ തോന്നുമ്പോഴേ, ഒരുപാട് കുട്ടികൾക്ക് ആഗ്രഹമുണ്ട് IELTS എഴുതി വെളിയില, പക്ഷെ പേടിയാണ് ഇംഗ്ലീഷ്. IELTS എന്ന് കേൾക്കുമ്പോഴേ ഇങ്ങനെ പേടിച്ചു വെച്ചിരിക്കുകയാണ്. അതൊന്നും വളരെ നിസ്സാരമാണ്. അതെന്താണെന്ന് മനസ്സിലാക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സുഖമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാവർക്കും വേണ്ട സ്കോർ കിട്ടും. ഓക്കെ, you are watching Free English Hub with Shalini Ma'am, your free space to master IELTS and grammar in Malayalam and English. If you found this class helpful, don't forget to like, comment and share it with your friends. Please follow this page for more useful lessons. Thank you.